നമസ്തേ. 2025 ബോർഡ് എക്സാമുകളെല്ലാം പൂർത്തിയായി. പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളും. ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം രക്ഷിതാക്കളും കുട്ടികളും നമുക്ക് ചുറ്റുമുണ്ട്. കുറേയധികം കുട്ടികൾക്ക് ആദ്യ അവസരത്തിൽ തന്നെ അവർ ആഗ്രഹിച്ച കോളേജോ കോഴ്സോ ലഭിക്കും. എന്നാൽ മറ്റു ചിലർക്ക് ഈ അധ്യയന വർഷം ഏതെങ്കിലും കിട്ടുന്ന ഒരു കോഴ്സിന് ചേരണോ, അതോ ഒരു വർഷം തങ്ങളുടെ ആഗ്രഹത്തിനായി മാറ്റിവെക്കണോ എന്നത് പ്രധാനപ്പെട്ട ഒരു ഉത്കണ്ഠ തന്നെയാണ്. അതായത് ആരായിരിക്കണം റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അവരോടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒന്നാമത് പരിഗണിക്കേണ്ടത് കുട്ടികൾക്ക് +2 ബോർഡ് എക്സാമിന് ലഭിച്ച മാർക്ക് മാത്രമാണോ, അതോ മറ്റു പല മാനദണ്ഡങ്ങളുമാണോ? തീർച്ചയായും +2വിന് എത്രത്തോളം പഠിച്ചു എന്നതിന് വളരെ പ്രസക്തം തന്നെയാണ്. എങ്കിലും മാർക്ക് മാത്രമല്ല മാനദണ്ഡമാക്കേണ്ടത്. പകരം കുട്ടികളുടെ കഴിവാണ്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സാണ്. ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻജിനീയർ ആവണം എന്ന ലക്ഷ്യത്തിനോടുള്ള അവനവൻ്റെ ആറ്റിറ്റ്യൂഡും പാഷനും എത്രത്തോളമാണ് എന്നുള്ളത് ആദ്യം നമ്മൾ തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. ഉറച്ച തീരുമാനവുമായി, എത്ര കഷ്ടപ്പെട്ടും പഠിച്ച് ലക്ഷ്യം നേടണം എന്ന തീരുമാനവുമായി എത്തിയ വിദ്യാർത്ഥികൾ അവർ വിചാരിച്ചതിലും വലിയ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടിപ്പോയ നിരവധി കുട്ടികളെ വ്യക്തിപരമായി എനിക്കറിയാം. അവരൊക്കെ നന്നായി പഠിച്ചു, അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുമുണ്ട്. അവരുടെ തീരുമാനം ഉറച്ചതുമായിരുന്നു. ലക്ഷ്യത്തിൽ എത്തും വരെ മറ്റൊരു ചിന്തയ്ക്കും ഇടം നൽകാതെ ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ളവരായിരുന്നു അവർ. ഇനി എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഇതുവരെ നേടിയ മാർക്കിനല്ല പ്രാധാന്യം എന്ന് പറയുന്നതിൻ്റെ കാരണം, മുഴുവൻ മാർക്കുള്ള എല്ലാവർക്കും പ്രവേശനം കിട്ടുന്നില്ലല്ലോ. എന്നാൽ ചിലർക്ക് 80% മാർക്കാണെങ്കിലും പ്രവേശനം ലഭിക്കുന്നുണ്ട് താനും. ഇവിടെയാണ് വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിനും പരിശീലനത്തിനും പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രസക്തി. എൻട്രൻസിന് തയ്യാറെടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഒരു ഹെൽത്തി കോമ്പറ്റീഷനുള്ള അന്തരീക്ഷം നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതായത് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനൊപ്പം നമ്മൾ പരീക്ഷകൾ എഴുതുന്നു, അവരുടെ മാർക്കുകൾ, അവരുടെ പഠന രീതികൾ, ടോപ്പ് വിദ്യാർത്ഥികളോടൊപ്പം എത്തിച്ചേരാനുള്ള ഒരു മെൻറ്റാലിറ്റി, ഇതെല്ലാം ഒരു ഹെൽത്തി കോമ്പറ്റീഷനുള്ള എൻട്രൻസ് സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കും. അത് നൽകുന്നത് വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ്. വിദ്യാർത്ഥികൾ വ്യക്തിപരമായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഹോസ്റ്റലുകളിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ ഞാനും ഇരുന്ന് ആത്മാർത്ഥമായി പഠിച്ചു. ചില മോഡൽ എക്സാം റിസൾട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ എൻ്റെ പേരും ഇനിയുള്ള റിസൾട്ട് അനൗൺസ്മെൻറ്റിൽ കേൾക്കണമെന്ന അടിയുറച്ച ആഗ്രഹത്തിൽ നിന്നും നന്നായി പഠിച്ചു മുന്നിൽ വന്നവരെ എനിക്കറിയാം. മനോഹരമായ പഠന അന്തരീക്ഷം മാത്രമുള്ള ഒരിടത്താണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പഠിക്കുക, ലക്ഷ്യം നേടുക എന്ന ചിന്തയ്ക്കുപരി മറ്റൊന്നിനും ഒരു പ്രസക്തിയും ഉണ്ടാവില്ല. നിങ്ങളുടെ സ്വപ്നത്തിനായി എത്രത്തോളം കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് സ്വയം ഒന്ന് ചോദിക്കുക. ഇന്നലെ വരെ ചെയ്യാത്ത ഒരു കാര്യവും നാളെ മുതൽ ചെയ്യുമെന്ന് വെറുതെ വിശ്വസിക്കുകയും അരുത്. നിങ്ങളുടെ മുൻകാല പ്രയത്നങ്ങളെയും ഇപ്പോൾ നിങ്ങൾക്കുള്ള മാനസികാവസ്ഥയെയും ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് സത്യസന്ധമായി വിലയിരുത്തുക. അതുപോലെ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ സാധ്യതകൾ എത്ര കൃത്യമായി മനസ്സിലാക്കുകയും വേണം. ഉദാഹരണത്തിന് MBBSന് 1,20,000 സീറ്റുകളാണ് ആകെയുള്ളത്. നമുക്ക് അർഹതയുള്ളത് അതിലും പകുതി മാത്രവും. നീറ്റ് എക്സാം എഴുതുന്നതാവട്ടെ 20 ലക്ഷം വിദ്യാർത്ഥികളും. അപ്പോൾ ഓരോരുത്തരും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണമെന്നും നന്നായി ശ്രമിച്ചാൽ നല്ല ഒരു റിസൾട്ട് കിട്ടുമെന്നതും ശ്രദ്ധേയമാണ്. അതുമല്ലെങ്കിൽ 2026 ധാരാളം മറ്റു സാധ്യതകൾ, അതർ മെഡിക്കൽ കോഴ്സസ്, CUET, ICAR, NITകൾ, IIITകൾ, IISc, ISER, NICER, UCED, B പ്ലാനിംഗ്, IFSU, IIMകൾ, ഡിഗ്രി, റിസർച്ച്, ഇതിൽ ഏതെങ്കിലും ഓരോരുത്തരുടെയും താല്പര്യം കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്താൽ ഒരു വർഷം നഷ്ടമല്ല. യാഥാർത്ഥ്യത്തിൻ്റെ കണക്കെടുത്താൽ ഒരു പ്രയത്നശാലിയായ ഒരു കുട്ടിയുടെ ഭാവി, കരിയർ
അതിലെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ കൃത്യതയായി മാറ്റണം റിപ്പീറ്റേഴ്സ്. +2 ബോർഡ് എക്സാമിന് ശേഷം 1 വർഷത്തെ പ്രോഗ്രാമിലൂടെ എവിടെ പഠിക്കണം എന്നുള്ള ചിന്ത മലയാളികൾക്കിടയിൽ പ്രസക്തമല്ല എന്നെനിക്കറിയാം. എങ്കിലും അങ്ങനെ തോന്നിയാൽ പരിചയസമ്പത്തുള്ള, പ്രവർത്തന മികവുള്ള, റിസൾട്ടുകളുള്ള, സ്വന്തമായി പഠിക്കുവാൻ എല്ലാവിധ സൗകര്യങ്ങളും സമയവും തരുന്ന ഏതൊരു സ്ഥാപനവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വീടിനടുത്തുള്ളതാണെങ്കിലും അകലങ്ങളിലുള്ളതാണെങ്കിലും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഓർക്കുക, നിങ്ങൾക്ക് നല്ല കഴിവും പഠിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ അതിനോടൊപ്പം കഠിനാധ്വാനം ചെയ്യാനുമുള്ള ഒരു ഉറച്ച തീരുമാനവുമുണ്ടെങ്കിൽ 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളായി അവശേഷിക്കില്ല. മറിച്ച് എണ്ണമറ്റ മികച്ച ക്യാമ്പസുകളിൽ ഒരിടം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാകും. അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി തന്നെ മാറും. അതുകൊണ്ട് ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാകട്ടെ. സ്വപ്നം കാണുക, അതിനായി പോരാടുക. വിജയം നിങ്ങളെ തേടിയെത്തും. Brilliant Study Center, India's #1 coaching center for NEET and JEE.